അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണീരും ചോരയും വീണ് കുതിർന്ന മണ്ണ്. ഇവിടെ ഓരോ തരി മണലിനും പറയാനുള്ളത് സഹനത്തിൻ്റെ കഥകളല്ല, മറിച്ച് അതിജീവനത്തിൻ്റെ ഇതിഹാസങ്ങളാണ്. ഫലസ്തീൻ, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ കനൽ തരി. കഴിഞ്ഞ കുറേ മാസങ്ങളായി ആകാശത്തുനിന്ന് തീമഴ പെയ്തിറങ്ങുമ്പോഴും പ്രിയപ്പെട്ടവർ കൺമുമ്പിൽ പിടഞ്ഞു വീഴുമ്പോഴും അവർ ആകാശത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. പക്ഷേ ആ വിലാപങ്ങൾക്കിടയിലും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ ധൈര്യത്തിൻ്റെ കനൽ കോരിയിട്ട ഒരു ശബ്ദമുണ്ടായിരുന്നു. മുഖം മറച്ച് ചുവന്ന തലപ്പാവണിഞ്ഞ് വിരൽ ചൂണ്ടി ശത്രുവിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന ആ ശബ്ദം, അതെ, അബൂ ഉബൈദ. ആ പേര് കേൾക്കുമ്പോൾ ഇസ്രായേലിൻ്റെ നെഞ്ചൊന്ന് പിടയുമായിരുന്നു. എന്നാൽ ഇന്ന് ആ ശബ്ദം ഭൗതികമായി നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഗാസയുടെ ഉപ്പുകാറ്റിൽ അലിഞ്ഞു ചേരുന്നത്. ആദ്യം നമുക്ക് ഗാസയിലേക്കൊന്ന് കണ്ണോടിക്കാം. ഇന്നത്തെ ഗാസ 2023 മുൻപുള്ള ഗാസയല്ല. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വംശഹത്യയുടെ പാടുകൾ പേറുന്ന ശ്മശാനമായി അത് മാറിയിരിക്കുന്നു. ഇസ്രായേൽ എന്ന അധിനിവേശ ശക്തി മനുഷ്യത്വത്തിൻ്റെ എല്ലാ അതിരുകളും ലംഘിച്ച് നടത്തിയ ഒരു നരനായാട്ട്. അത് കേവലം ഹമാസിനെതിരായ യുദ്ധമായിരുന്നില്ല. അത് ഇസ്ലാമിനെയും ഫലസ്തീൻ എന്ന സ്വത്വത്തെയും ഭൂമുഖത്തു നിന്ന് തുടച്ചുമായ്ക്കാനുള്ള ശ്രമമായിരുന്നു. സ്കൂളുകൾ, ആശുപത്രികൾ, പള്ളികൾ ഒന്നും അവർ ബാക്കി വെച്ചില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യർ, തണുപ്പിൽ വിറങ്ങലിച്ച് കൂടാരങ്ങളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, ഓരോ ദിവസവും ഉണരുന്നത് ഇനിയൊരു പ്രഭാതം കാണാൻ തങ്ങൾ ബാക്കിയുണ്ടാകുമോ എന്ന ഭയത്തോടെയാണ്. പക്ഷേ ഈ ദുരിതങ്ങൾക്കിടയിലും അവരുടെ ഈമാൻ അത് അചഞ്ചലമാണ്. അവർ തകർന്ന വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ഖുർആൻ ഓതുന്നു. മരിച്ചു വീണ മക്കളുടെ മൃതദേഹങ്ങളിൽ ചുംബിച്ച് സ്വർഗത്തിൽ കാണാമെന്ന് പറഞ്ഞ് യാത്രയാക്കുന്നു. ഈ ക്ഷമയാണ്, ഈ തവക്കുലാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. ശത്രു കരുതിയത് ബോംബുകൾ കൊണ്ട് ഈ ജനതയെ നിശബ്ദമാക്കാമെന്നാണ്. അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണയോടെ അത്യാധുനിക ആയുധങ്ങളുമായി അവർ ഗാസയിലേക്ക് ഇരച്ചുകയറി. പക്ഷേ അവിടെ അവരെ കാത്തിരുന്നത് ഉരുക്കിൻ്റെ മനോബലമുള്ള ഒരു കൂട്ടം പോരാളികളായിരുന്നു. ഇസുദ്ദീൻ അൽ ഗസാം ബ്രിഗേഡ്. വിശ്വാസം മാത്രം കൈമുതലാക്കിയ ആ ചെറുപ്പക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നിനെ വിറപ്പിച്ചു. അവരുടെ ടാങ്കുകൾ കത്തിയെരിഞ്ഞു. അവരുടെ സൈനികർ ഗാസയുടെ തെരുവുകളിൽ പകച്ചുപോയി. ഈ പോരാട്ടത്തിനൊരു മുഖമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ശബ്ദമുണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളിൽ TV സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തോട് സംസാരിച്ച ആ മനുഷ്യൻ, അബൂ ഉബൈദ. അദ്ദേഹം വെറുമൊരു വാക്താവായിരുന്നില്ല, അദ്ദേഹം ഒരു പ്രതീകമായിരുന്നു. അറബ് ലോകത്തിന് നഷ്ടപ്പെട്ട ആത്മാഭിമാനത്തിൻ്റെ പ്രതീകം. ആരായിരുന്നു അബൂ ഉബൈദ? നീണ്ട 20 വർഷത്തോളം മുഖംമൂടിക്ക് പിന്നിൽ ഒളിപ്പിച്ച ആ വ്യക്തിത്വം ആരാണെന്ന് ശത്രുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഹമാസ് തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഹുസൈഫ സമീർ അൽ കഹ്ലൂത്ത്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ ലോകം അദ്ദേഹത്തെ അറിഞ്ഞത് അബൂ ഉബൈദ എന്ന പോരാളിയായിട്ടാണ്. പ്രവാചക ശിഷ്യൻ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹിൻ്റെ പേര് സ്വീകരിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊണ്ട ധീരൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെടിയുണ്ടകളേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. ഞങ്ങൾ കടലിൽ നിന്ന് വരും, ആകാശത്തു നിന്ന് വരും, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾ വരും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് വെറുമൊരു ഭീഷണിയായിരുന്നില്ല. അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു ജനതയുടെ നിശ്ചയദാർഢ്യമായിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇസ്രായേലിലെ തെരുവുകൾ വിജനമാകുമായിരുന്നു. അവരുടെ നേതാക്കൾ ഭയത്തോടെ ആ വാക്കുകൾക്ക് കാതോർക്കുമായിരുന്നു. കാരണം അബൂ ഉബൈദ പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അദ്ദേഹം നടത്തിയ സ്പൈഡർ വൈബ് പ്രസംഗം ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. ഇസ്രായേൽ എന്ന സാമ്രാജ്യം ചിലന്തിവല പോലെ ദുർബലമാണെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. പക്ഷേ സഹോദരങ്ങളെ, എല്ലാ ആത്മാവും മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും. പോരാട്ടത്തിൻ്റെ വഴിയിൽ ഷഹാദത്ത് അഥവാ രക്തസാക്ഷിത്വമാണ് ഏറ്റവും വലിയ വിജയമെന്ന് പഠിപ്പിച്ചവരാണവർ. 2025 ആഗസ്റ്റിൽ നടന്ന ക്രൂരമായ ബോംബാക്രമണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അബൂ ഉബൈദ അള്ളാഹുവിലേക്ക് യാത്രയായി എന്ന വാർത്ത കണ്ണീരോടെയാണെങ്കിലും അഭിമാനത്തോടെ നമ്മളിന്ന് കേൾക്കുന്നു. ഹുസൈഫ സമീർ അൽ കഹ്ലൂത്ത് എന്ന ശരീരം മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ. ശത്രുക്കൾ ആഘോഷിക്കുകയാണ്. അബൂ ഉബൈദയെ കൊന്നാൽ ഫലസ്തീൻ്റെ ശബ്ദം നിലയ്ക്കുമെന്നവർ കരുതുന്നു. എത്ര വിഡ്ഢികളാണവർ! ഈ മണ്ണിൽ വീഴുന്ന ഓരോ തുള്ളി ചോരയും 1000 അബൂ ഉബൈദമാർക്ക് ജന്മം നൽകുമെന്ന് അവർക്കറിയില്ലേ? അദ്ദേഹം ആഗ്രഹിച്ചതും അതുതന്നെയാണ്, രക്തസാക്ഷിത്വം. അതിനപ്പുറം ഒരു പോരാളിക്ക് എന്ത് വിജയമാണുള്ളത്? അദ്ദേഹം തൻ്റെ ജനതയെ ഉപേക്ഷിച്ച് ഓടിപ്പോയില്ല, സുരക്ഷിതമായ മാളങ്ങളിൽ ഒളിച്ചില്ല,
തൻ്റെ ജനതയോടൊപ്പം യുദ്ധഭൂമിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം രക്തസാക്ഷിയായി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അതേ വേഷത്തിൽ അതേ ഗാംഭീര്യത്തോടെ മറ്റൊരു പോരാളി ലോകത്തിനു മുമ്പിൽ വരുന്നു. അദ്ദേഹവും സ്വയം വിശേഷിപ്പിച്ചത് അബൂ ഉബൈദ എന്ന് തന്നെയാണ്. അതെ, അബൂ ഉബൈദ എന്നതൊരു വ്യക്തിയല്ല, അതൊരു ആശയമാണ്, അതൊരു വികാരമാണ്. ഒരാൾ വീഴുമ്പോൾ ആ പതാക ഏറ്റെടുക്കാൻ 1000 പേർ പിന്നിലുണ്ടാകും. നമ്മുടെ ഉമ്മത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മസ്ജിദുൽ അക്സ മോചിതമാകുന്നതുവരെ ഈ ശബ്ദം നിലയ്ക്കില്ല. പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദ നമുക്ക് കാണിച്ചു തന്നത് ധീരതയുടെ പാഠമാണ്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ധീര രക്തസാക്ഷിക്ക് ജന്നത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഫലസ്തീനിലെ മണ്ണിൽ വീണുകിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്കും വിധവകൾക്കും പോരാളികൾക്കും അള്ളാഹു കരുത്തു നൽകട്ടെ. നമ്മുടെ കിബിലയായിരുന്ന മസ്ജിദുൽ അക്സയെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിജയം വിദൂരമല്ല, തീർച്ച. ഇന്നല്ലെങ്കിൽ നാളെ ഫലസ്തീൻ സ്വതന്ത്രമാവുക തന്നെ ചെയ്യും. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.